ആർമിൻ, നിന്റെ ഗിയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അത് കൃത്യമായിട്ടാണ് ഊരിപ്പോയത്. അതുകൊണ്ട് അത് കേടുവന്നില്ല. ഭാഗ്യം, അത് ഒടിഞ്ഞിരുന്നെങ്കിൽ കഷ്ടമായേനെ. അതല്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഒരു കുതിരയാണ്. ജിന്നിന്റെ കുതിര തിരിച്ചു വന്നാ നമുക്കെല്ലാം പോവാൻ പറ്റും. പക്ഷേ എന്ന് പറയുവാണ് റെയ്നർ. ഇതേ സമയം തന്നെ അടുത്ത് ഏതെങ്കിലും സൈനികരുണ്ടോ എന്നറിയാൻ വേണ്ടി ജിൻ അവിടെ വിസിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓ നാശം, ഇതെവിടെ പോയി കിടക്കുവാണ്? റെയ്നറിന്റെ കുതിര തിരിച്ചു വന്നല്ലോ, എന്റേത് ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുവാണ് അവൻ. അധിക നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് റെയ്നർ പറയുന്നു. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നേ പറ്റൂ. അങ്ങനെ വന്നാൽ അത് ആരായിരിക്കും എന്ന് ചിന്തിച്ച് നിൽക്കുവാണ് ജിൻ. ഓ നാശം, ഇതിനെ കുറിച്ചൊന്നുമല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും അവൻ വിസിൽ വിളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം തന്നെ ആർമിൻ ആ ടൈറ്റനെ പറ്റി ചിന്തിക്കുവാണ്. ആ ടൈറ്റൻ അവനെ തന്നെ തുറച്ചു നോക്കുന്നത് അവൻ ആലോചിക്കുന്നു. ആർമിൻ, എടാ ആർമിൻ, നിന്റെ വിറയൽ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ശരി, നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? നമ്മളിൽ ഒരാൾ ഇവിടെ നിന്നേ പറ്റൂ എന്ന് പറയുവാണ് റെയ്നർ. ഹേ നിൽക്ക്, നമുക്കൊരു സിഗ്നൽ കൊടുത്തു നോക്കാം. അവർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണെങ്കിൽ 4ാം വരിയിലെ 3ാമത്തെ സ്ക്വാഡ് ഇപ്പോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും. സോ അങ്ങനെ ജിൻ തന്റെ കയ്യിലുള്ള സിഗ്നൽ കൊടുക്കുവാണ്. ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഉപയോഗിക്കാനുള്ള സിഗ്നൽ ആയിരുന്നു ഇത്. നമ്മുടെ അവസ്ഥ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് അറിയില്ല. ആർമിൻ, 3 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം. ആരിവിടെ നിൽക്കണമെന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഞാൻ നിൽക്കാം, പക്ഷെ പകരമായിട്ട് നീ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ കമാൻഡർ എർവിന്റെ അടുത്ത് എന്ന് പറയുവാണ് ആർമിൻ. ഇതേ സമയം തന്നെ വേണ്ട ആർമിൻ എന്ന് ജിൻ വിളിച്ചു പറയുന്നു. നോക്കുന്ന സമയത്തതാ 2 കുതിരകളുമായി അങ്ങോട്ട് ക്രിസ്റ്റ വരുന്നു. സോ അതിലൊന്ന് ജിന്നിന്റെ കുതിരയായിരുന്നു. ഇത് എന്റെ അടുത്തോട്ട് ഓടി വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. നിങ്ങൾ ടൈറ്റനുമായി ഫൈറ്റ് ചെയ്തോ? ആർമിൻ, എന്തുപറ്റി? നിന്റെ തലയിൽ മുറിവൊക്കെ ഉണ്ടല്ലോ. ഹേയ്, കുഴപ്പമൊന്നുമില്ല. നീ സിഗ്നൽ കണ്ടത് ഞങ്ങളുടെ ഭാഗ്യം. ഞാനിവിടെ അടുത്തായിരുന്നു. ജിന്നിന്റെ കുതിരയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. കുതിരകൾക്ക് പോലും നിന്നെ ഇഷ്ടമാണ്. നിനക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്. നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. എനിക്ക് ഒരുപാടധികം സന്തോഷമായി. നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അവൾ പറയുന്നു. ഇതേ സമയം തന്നെ അവൾക്ക് ചുറ്റും എന്തൊക്കെയോ ദിവ്യപ്രകാശം ഉള്ളതുപോലെ അവർക്ക് തോന്നുന്നു. ജിന്ന അവളെ കണ്ടിട്ട് ദൈവമാണോ എന്ന് ചോദിക്കുന്നു. ആർമിനാണെങ്കിൽ ഇവളൊരു മാലാഖയാണോ? ഇതേ സമയം റെയ്നർ, ഭാവിയിലെ എന്റെ ഭാര്യ എന്ന് അവളെ നോക്കി ചിന്തിക്കുന്നു. ശരി, നമുക്ക് വേഗം പോവാം. എന്തായാലും ഈ ദൗത്യൻ പെട്ടെന്ന് തന്നെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. 1 മണിക്കൂർ ആവുമ്പോ തന്നെ തിരിച്ചു പോണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്ന് അവർ പറയുന്നു. ഇതേ സമയമാണ് അവൾ കമാൻഡർ സ്ക്വാഡിന്റെ എതിർ ദിശയിലോട്ടല്ലേ പോയത് എന്ന് ആർമിൻ ചോദിക്കുന്നത്. അവളോ എന്ന് ക്രിസ്റ്റ ചോദിക്കുന്നു. ഇതേ സമയമാണ് അവരുടെ അടുത്ത് ഗ്രീൻ കളർ സിഗ്നൽ കിട്ടുന്നത്. സോ പോകുന്ന ദിശയിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ തിരിച്ചു പോവേണ്ടതല്ലേ? ഈ കമാൻഡർ എർവിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജിൻ ചോദിക്കുന്നു. ഒരു ദൗത്യം ഇനി തുടരാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഓരോ സൈനികനും ഉണ്ടായിരിക്കണം. ഈ പൊട്ടിക്കുന്ന സിഗ്നലുകളൊന്നും കമാൻഡർ സ്ക്വാഡ് കാണുന്നില്ലേ എന്ന് റെയ്നർ ചോദിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് തന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആർമിനും പച്ച കളർ സിഗ്നൽ കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ലീവൈ സ്ക്വാഡിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാവുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ഓഫീസർ വരുന്നത്. വലതുവശത്തുള്ള എല്ലാ സ്ക്വാഡുകളും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർക്കിനി സ്ക്വാഡിങ് കണ്ടിന്യൂ ചെയ്യാനാവില്ല. അങ്ങനെ മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പെട്ര അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് അവർക്ക് ബ്ലാക്ക് കളർ സിഗ്നൽ കിട്ടുന്നത്. അബ്നോർമൽ ടൈറ്റനാണ് അങ്ങോട്ട് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ ലീവൈ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി പറയുന്നു. ബ്ലാക്ക് കളർ സിഗ്നൽ എറിനും കൊടുക്കുവാണ്. ആ ബ്ലാക്ക് കളർ സിഗ്നൽ വന്ന സ്ഥലത്ത് ആരൊക്കെയോ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുവാണ് എറിൻ. ഇതേ സമയമാണ് ആ ഫീമെയിൽ ടൈറ്റനെ കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സർവേ കോപ്സ് അവളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി അവൾ മുകളിലോട്ട് ചാടുന്നു. ഇത് കണ്ട് മറ്റൊരു ഗാർഡിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവളുടെ കയ്യിൽ കിട്ടിയ 2 ഗാർഡ്സിനെ അവൾ ഒറ്റയടിക്ക് അങ്ങ് കൊന്നു കളയുന്നു. ഇതേ സമയമാണ് തന്റെ 3D ഗിയറിൽ തൂങ്ങിക്കിടക്കുന്ന മറ്റൊരു ഓഫീസർ അവൾ പിടിക്കുന്നത്. പമ്പരം കറക്കുന്നത് പോലെ അവൾ അയാളെ കറക്കുന്നു. ഇതൊക്കെ കണ്ട് അവരുടെ ടീം ലീഡർ അവിടെ നിന്ന് ഓടുവാണ്. ഇവിടെ നടക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് അവരെ അറിയിച്ചേ പറ്റൂ. ഇങ്ങനെയാണ് അവസ്ഥ എന്ന് അവർ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് ആ ടൈറ്റൻ വന്ന് ഫുട്ബോൾ തട്ടുന്ന പോലെ അയാളെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നത്. ഇതേ സമയമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ 2 ഗാർഡ്സ് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇനി ആരും ബാക്കിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടും നമ്മൾ പിന്മാറണ്ടെന്നോ? എന്തായാലും വേഗം ഈ വിവരം റൈറ്റ് സൈഡിലോട്ട് കൈമാറ്. ഇതേ സമയമാണ് നമ്മൾ ആ ഫീമെയിൽ ടൈറ്റനെ കാണുന്നത്. അവളുടെ അടുത്തോട്ട് വന്ന ആ 2 ഓഫീസേഴ്സിനെയും അവൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? കുറെ നേരമായിട്ട് നമ്മൾ ഈസ്റ്റ് ഭാഗത്തോട്ട് തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പഴയ പട്ടണം സൗത്ത് സൈഡിലല്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു ഓഫീസർ. ഇതേ സമയം തന്നെ മറ്റു വശത്തെ 2 ഓഫീസേഴ്സ് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നായിരിക്കും നിൽക്കാൻ പോകുന്നത് എന്ന് പരസ്പരം ചോദിക്കുന്നു. അവരുടെ മുമ്പിലുള്ളത് ഭീകരമായിട്ടുള്ള മരങ്ങളുള്ള ഒരു കൊടും വനമാണ്. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. മതിലിനകത്തും പുറത്തും ചില ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വലിയ മരങ്ങളുള്ള കാടുകൾ. ചില നഗരങ്ങളിലും ഇത് നമുക്ക് കാണാം. 80
മീറ്ററിനേക്കാൾ മുകളിൽ നീളം വെക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. വാൾമറിയ ഇല്ലാതാവുന്നതിന് മുൻപ് ആളുകളുടെ വിനോദ കേന്ദ്രമായിരുന്നു ഇവിടം. ഇപ്പോൾ പര്യവേഷണത്തിന് വേണ്ടി പുറത്തു പോകുന്ന സർവേ കോപ്സിന്റെ സംരക്ഷണം വഹിക്കുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് ഇത്. ഇതേ സമയമാണ് കമാൻഡർ എർവിനും സ്ക്വാഡും അതുവഴി പോകുന്നത്. ടൈറ്റൻസ് അതുവഴി പോയ അടയാളം അവർക്ക് കിട്ടുന്നുണ്ട്. വഴിയിലൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. അതുകൊണ്ട് കുതിരവണ്ടിക്ക് പോവാൻ എളുപ്പമായി എന്ന് പറയുവാണ് അവർ. ഇവരുടെ സൈന്യത്തിന്റെ സെന്റർ ഭാഗത്തുള്ള സ്ക്വാഡും പിന്നെ ആവശ്യ സാധനങ്ങളുമായി പോകുന്ന സ്ക്വാഡും മാത്രമേ കാടിനകത്ത് കൂടെ പോകുന്നുള്ളൂ. ബാക്കിയുള്ള 2 സ്ക്വാഡുകളും ആ കാടിനെ ചുറ്റിയാണ് പോകുന്നത്. ഹേയ്, നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയത്? നമ്മൾ വന്ന സ്ഥലവും ഇനി പോകാൻ പോകുന്ന സ്ഥലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ ഇവിടെ എന്ന് ജിൻ ചോദിക്കുന്നു. എനിക്കറിയില്ല, പക്ഷേ ഇത് കമാൻഡർ എർവിന്റെ തീരുമാനമായിരിക്കും. നമുക്ക് വേണ്ടി വല്ല പ്രവേശനോത്സവവും ഇങ്ങനെ അതിനകത്ത് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ജിൻ. അല്ല, അതായിരിക്കില്ല എന്ന് ആർമിൻ പറയുവാണ്. ഓ, തമാശ പറയാനും പറ്റൂലേ. എന്തായാലും ആ രാക്ഷസി നമ്മുടെ പുറകെ തന്നെയുണ്ട്. തലക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇതുപോലൊരു സ്ഥലത്ത് തമ്പടിക്കോ എന്ന് ചോദിക്കുവാണ് ജിൻ. ഹേയ്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക്. ഇനി ഇത് ആവർത്തിക്കില്ല. എല്ലാവരും ഈ മരങ്ങൾക്ക് മുകളിൽ നിൽക്കണം. ടൈറ്റനുകൾ ഈ കാടിനകത്തോട്ട് വരാൻ നിങ്ങൾ അനുവദിക്കരുത്. സ്ക്വാഡ് ലീഡർ, എന്തിനാണ് മിണ്ടാതെ പറഞ്ഞത് മാത്രം അനുസരിക്കേ എന്ന് സ്ക്വാഡ് ലീഡർ പറയുന്നു. ശരിക്കും ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുവാണ് ജിൻ. പിന്നീട് നമ്മൾ കാണുന്നത് കോണിയാണ്. സെൻട്രൽ ഭാഗത്തുള്ളവരൊക്കെ കാടിനകത്ത് പോയ സ്ഥിതിക്ക് ഈ ക്രമീകരണത്തിനൊക്കെ എന്ത് സംഭവിക്കും എന്നവൻ ചോദിക്കുന്നു. അതൊക്കെ എപ്പോഴേ ഉപേക്ഷിച്ചു. മറ്റു അരിയിലുള്ളവർക്ക് കാടിനെ ചുറ്റി പോകുകയല്ലാതെ വേറെ വഴിയില്ല. സ്ക്വാഡിംഗ് ഇനി തുടരാൻ സാധിക്കില്ല എന്ന് മിക്കാസ പറയുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാടിനെ ചുറ്റി പോകുന്നത്? കമാൻഡർ എർവിന് ഇനി മേപ്പെങ്ങാനും മാറിപ്പോയോ? എനിക്കറിയില്ല. ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്വാഡിന് നേരിട്ട ആക്രമണം കാരണമായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എന്ന് മിക്കാസയും പറയുന്നു. ഇതേ സമയം തന്നെ ജിന്നും മറ്റുള്ളവരൊക്കെ മരത്തിന്റെ മണ്ടയിൽ കയറി നിൽക്കുവാണ്. ഇതൊക്കെ വലിയൊരു മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ബേസ് നിർമ്മിക്കുക എന്നുള്ള ദൗത്യം നമ്മൾ ഉപേക്ഷിച്ചു. അപ്പോ തന്നെ പിൻവാങ്ങേണ്ടതായിരുന്നു. പക്ഷെ നമ്മളെ വഴിതിരിച്ച് എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചു. എന്നിട്ട് അവസാനം നിങ്ങളൊന്നും ചെയ്യണ്ടേ, കാട്ടിൽ കയറാതെ ടൈറ്റൻസിനെ നോക്കിയാൽ മതി എന്നൊരു വർത്താനം. നാശം, ഇയാൾക്ക് ബോധമില്ലേ എന്ന് ചോദിക്കുവാണ് ജിൻ. ഹേയ് ജിൻ, ഒന്ന് പതുക്കെ, അയാൾ കേൾക്കും എന്ന് ആർമിൻ പറയുന്നു. നീ ഒന്ന് നോക്ക്. ഒന്ന് വിശദീകരിക്കാൻ പോലും അയാൾക്ക് സമയമില്ല. അയാൾക്കും ഇത് അത്ര അങ്ങ് പിടിച്ചു കാണില്ല. നീ എന്താ പറയുന്നേ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആർമിൻ പറയുന്നു. തങ്ങളെ നയിക്കുന്ന നേതാക്കൾ അതിന് യോഗ്യരല്ല എന്ന് കൂടെയുള്ളവർക്ക് തോന്നിയാൽ അതെന്തെങ്കിലും ആവട്ടെ. കിട്ടിയ ഓർഡർ അനുസരിച്ച് ടൈറ്റനുകൾ കാടിനകത്തോട്ട് കയറാതെ നോക്കാം. അത് തന്നെയാണ് നല്ലതെന്ന് നിനക്ക് തോന്നിയില്ലേ ആർമിൻ എന്ന് ജിൻ അവനോട് ചോദിക്കുന്നു. നിനക്കെന്തോ മനസ്സിലായിട്ടുണ്ടെന്ന് നിന്നെ കണ്ടാലറിയാം എന്ന് ജിൻ ആർമിനോട് പറയുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ടൈറ്റൻ ഓടി വരുന്നത്. ഇദ്ദേഹം എന്തിനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കമാൻഡർ എർവിൻ എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്ന് ആർമിൻ ചിന്തിക്കുന്നു. അല്ല, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ ഫീമെയിൽ ടൈറ്റൻ തിരയുന്നത് എറിനെയാണ്. ഈ കാര്യം കമാൻഡറിനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എറിനെയാണ്. ക്യാപ്റ്റൻ ലീവൈ, എന്തുപറ്റി? എന്താ എന്ന് ക്യാപ്റ്റൻ ലീവൈ ചോദിക്കുന്നു. സെന്റർ ഭാഗത്തുള്ളവർ മാത്രമാണ് കാടിനകത്ത് കയറുന്നതെങ്കിൽ ടൈറ്റൻസ് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ. കണ്ടിട്ട് എന്തോ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറും? എങ്ങനെ വണ്ടികളെ രക്ഷിക്കും? നീ ഇങ്ങനെ കടന്ന് ചിലക്കല്ലേ. ഈ 2 കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ എന്തിനാ നമ്മൾ? നീ ചുറ്റും ഒന്ന് നോക്കടാ എറിൻ. ഈ ആകാശം മുട്ടെ നിൽക്കുന്ന ഈ മരങ്ങളെ നീ കാണുന്നില്ലേ? 3D ഗിയർ ഉപയോഗിക്കാനായി ഇതിലും നല്ല സ്ഥലം വേറെയില്ല. നിനക്ക് മരിക്കേണ്ടെങ്കിൽ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് ക്യാപ്റ്റൻ ലീവൈ പറയുന്നു. മനസ്സിലായി. ഒരു റിക്രൂട്ട് എന്ന നിലയിൽ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നില്ല. ചോദിക്കുന്നതിനെല്ലാം ഉത്തരം നൽകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഉത്തരങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും ഇവരെല്ലാം ഇത്രയും പ്രഗത്ഭരായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഓ നാശം, എന്താ ഇവിടെ നടക്കുന്നത്? ഇവരെന്താ കളിക്കുകയാണോ എന്നൊരു ഓഫീസർ ചോദിക്കുന്നു. അപ്പോഴാണ് എറിൻ മറ്റുള്ള എല്ലാവരുടെയും മുഖത്തോട് നോക്കുന്നത്. അവർക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന കാര്യം വലിയ ഐഡിയ ഇല്ല. ഒരുപക്ഷെ ക്യാപ്റ്റൻ ലീവൈക്കും ഇവിടെ നടക്കുന്നതിനെ പറ്റി എന്ന് എറിൻ ചിന്തിക്കുവാണ്. ആ ഫീമെയിൽ ടൈറ്റൻ എറിനെയാണ് നോക്കുന്നത്. എന്റെ ഈ നിഗമനം ശരിയാണെങ്കിൽ ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചതിന് ഒരു കാരണമേ ഉള്ളൂ. കമാൻഡർ എർവിൻ ആ ഫീമെയിൽ ടൈറ്റനെ പെട്ടെന്നാണ് പുറകിൽ നിന്നും ആർമിൻ എന്നൊരു വിളി കേൾക്കുന്നത്. ടൈറ്റൻസ് കാടിനകത്തോട്ട് കയറരുതെന്നായിരുന്നു ഓർഡർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും പോരാടേണ്ട ആവശ്യമില്ലല്ലേ? നോക്കുന്ന സമയത്ത് ഇവർ മരത്തിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ട് ടൈറ്റൻസ് അവരെ പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവർ ആ ടൈറ്റൻസിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ കാടിന്റെ നടുവിൽ നിന്നും ബ്ലാക്ക് കളർ സിഗ്നൽ കിട്ടുന്നു. അത് നമ്മുടെ പുറകിൽ തന്നെയുണ്ട്. നമ്മൾ ഇതിനകത്ത് കയറിയത് മുതൽ അത് നമ്മുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഒരു ഫൈറ്റിന് തയ്യാറെടുത്തോ. ചിന്തിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവായി തന്റെ വാൾ എടുക്കുന്നു. ടൈറ്റൻ വരുന്നത് കണ്ട് സപ്പോർട്ട് സ്ക്വാഡ് അതിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാ ഇവരാണെങ്കിൽ കുതിരപ്പുറത്ത് സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എറിനെ ആ ടൈറ്റൻ ഇപ്പൊ കൊല്ലൂടാന്നും പറഞ്ഞു വരുവാണ്.
ജസ്റ്റ് മിസ്സിനെ എറിഞ്ഞ് രക്ഷപ്പെടുന്നു. ആ ടൈറ്റൻ ആണെങ്കിൽ വളരെ സ്പീഡിൽ ഇവരുടെ അടുത്ത് എത്തുവാടാന്ന് പറഞ്ഞു നിൽക്കുവാണ്. ഇവർക്കാണെങ്കിൽ കുതിരപ്പുറത്ത് അത്ര സ്പീഡിൽ പോകാനും സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ, നമുക്ക് 3D ഗിയർ യൂസ് ചെയ്യാം എന്ന് പെട്ര പറയുന്നു. വീണ്ടും ആ ടൈറ്റന്റെ പുറകെ തന്നെ സപ്പോർട്ട് സ്ക്വാഡ് വരുന്നു. അതിനെല്ലാം തന്നെ ആ ടൈറ്റൻ ഇല്ലാതാക്കുന്നു. ക്യാപ്റ്റൻ, എന്ത് ചെയ്യണം, ഓർഡർ തരൂ എന്ന് ക്യാപ്റ്റനോട് പറയുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഇതൊന്നും നോക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മിക്കവാറും അടി ചോദിച്ചു മേടിക്കും. 100 കണക്കിന് ടൈറ്റൻസിനെ കൊന്ന ഒരു സേനയാണ് നീ പിന്തുടരുന്നത് എന്ന് എറിൻ അവളെ നോക്കി ചിന്തിക്കുന്നു. ക്യാപ്റ്റൻ, ഓർഡർ താ ക്യാപ്റ്റൻ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മളെ കൊല്ലും. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ കാട്ടിലോട്ട് തന്നെ കയറിയത്. ക്യാപ്റ്റൻ, ഓർഡർ താ എന്ന് ഇതൊന്നും കേട്ടിട്ടും ലീവായി യാതൊന്നും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എല്ലാവരും ചെവി പൊത്ത്